എന്തായാലും നമുക്ക് ജാനകി വീവേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള കണ്ടറിഞ്ഞ് ഓടിച്ചിന്റെ റിവ്യൂലേക്ക് പോവാൻ നിങ്ങൾ ആയിക്കോട്ടെ. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. കൊള്ളൂല ബ്രോ, വളരെ മോശം സിനിമയാണ്. അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? പിന്നെ കണ്ടന്റ് ഒക്കെ മുമ്പ് ഇതിനു മുമ്പ് ഒരുപാട് പടത്തിൽ വന്ന കണ്ടന്റാണ്. ഇത് എത്രാമത്തെ തവണയാണ് ഈ സെയിം ഓൾഡ് ലവ് സ്റ്റോറി പറയണത്? വധം പുതിയത് വല്ലോണ്ടെ കാച്ചി. പക്ഷേ വളരെ മോശം പ്രസന്റേഷൻ ആണ്. ഡയറക്ഷൻ എക്സിക്യൂഷൻ ഒക്കെ വളരെ മോശമാണ്. അത്രയ്ക്ക് ബോറായിരുന്നു? അത്രയ്ക്ക് ബോറല്ല, പരമ ബോറായിരുന്നു. ഇത് സിനിമയല്ല, ഇത് പാർട്ടി പരിപാടി സിനിമയാക്കിയതാണ്. ഒരല്പം ഓവറായി പോയല്ലേ? വെറും ഓവറല്ല, മുഴുവൻ ഓവറായി. എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയെ ചിലപ്പോ ഡയറക്റ്റ് ഇരുന്ന് സ്ക്രിപ്റ്റില് കുറച്ച് തിരുത്തു വരുത്തി കാണും. വികാരങ്ങളിലെ വിസ്ഫോടനങ്ങളോ വിജൃംഭങ്ങളോ ഇല്ലാത്ത വൃത്തികെട്ട സ്ക്രിപ്റ്റ് ഇതവനേക്കൊന്നും ഈ സുഗുണം മൂത്തുവന്നിട്ട് കിട്ടില്ല. മൊത്തം പൊളിക്കേണ്ടി വരും. പിന്നെ സുരേഷ് ഗോപിയുടെ മോൻ, അവന്റെയൊക്കെ ഒരാവശ്യമില്ല ഈ സിനിമയിൽ. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. ചെറുക്കന് വല്ല പണി ഒപ്പിച്ചു കൊടുത്തിട്ട് ജോലിക്ക് പറഞ്ഞിട്ട് 4 പൈസ ഉണ്ടാക്കോളാനും സിനിമയിൽ വിട്ട് മനുഷ്യന് സമയം കളഞ്ഞു. എന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? സുരേഷ് ഗോപിയുടെ മോനൊക്കെ അവന്റെ പാവക്കുട്ടിയെ പോലെയൊക്കെ ഇരിക്കുന്നത്. ഇത് സുരേഷ് ഗോപി പാർലമെന്റിൽ പറയുന്ന ഡയലോഗ് ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞു, അത്രേ ഉള്ളൂ. കൊള്ളേണ്ടത് കൊണ്ടാലേ കാണേണ്ടവർ കാണൂ. നമുക്ക് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പടമാണ്. കാരണം സുരേഷ് ഗോപി പാർട്ടിയിലെ പറയാൻ പറ്റാത്തത് സിനിമയിൽ വന്ന് പറയുന്നതെന്ന് തോന്നിപ്പോയി. ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്നത് അത്രക്ക് നല്ല സ്വഭാവമല്ല. ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് സർക്കാരിനെ എങ്ങനെ ഊക്കാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ സിനിമ. സുരേഷ് ഗോപി കോട്ടിട്ട് കാണാൻ ആൾക്കാർക്ക് ഒരു പ്രത്യേക ഇതാണ്. പഴയ ഒരു ഫയർ ബ്രാൻഡ് വലിയ ഡയലോഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഫയറൊക്കെ കഴിഞ്ഞു. അതൊക്കെ പണ്ട്. ഇപ്പൊ ഫയർ ഒന്നുമില്ല, പുക മാത്രമേ ഉള്ളൂ. പുക ഇടയ്ക്കിടയ്ക്ക് അവിടെ സിഗരറ്റ് വലിക്കുമ്പോ വരുന്നു. കാണണം എൻഗേജ് ചെയ്യാനുള്ള ത്രില്ലർ മൊമെന്റ്സോ ടിസ്റ്റോ കാര്യങ്ങളോ നമ്മൾ ഓരോന്ന് പ്രതീക്ഷിക്കും, വരുന്നത് വേറൊന്നാണ്. വലയിൽ വീഴുന്നൊരു വിചാരിക്കും ഇപ്പം നടക്കുമെന്ന്, പക്ഷെ ഒന്നും നടക്കില്ല. അവസാനമാവുന്ന സമയത്ത് ഒരു കലാകാരൻ ചെയ്യാൻ പാടില്ലാത്ത, പ്രത്യേകിച്ചും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടിത്തരം ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? കാരണം വസ്തുത വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കരുത്. അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിക്കരുത്. അതിനവിടെ ഞങ്ങളൊക്കെ ഉണ്ട്. ഈ കേരളത്തിന്റെ എല്ലാ കുടിലുകളിലും ശൗചാലയം ഉണ്ട് എന്നുള്ള വിവരം അത് ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച സുരേഷ് ഗോപിയുടെ പോയിന്റിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് ഇത്. കേരളം ഇത് കണ്ടിട്ട് മറുപടി തരും. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി.